നീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്കു ചൂളയിൽ നിന്നെന്ന പോലടിക്കും പൊടിക്കാറ്റിൽ. വൈലോപ്പിള്ളി മാഷിൻ്റെ വരികളാണ്. ശരിയാണല്ലേ? ഈ ചൂടാണ്ട മാസങ്ങളിൽ പകലിനും ചൂടിനും ഒരുപോലെ നീളമേറുകയാണ്. അങ്ങനെയിരിക്കെ വീട്ടിലിരുന്ന് ടിവിയും മൊബൈലും ഒക്കെ സൃഷ്ടിച്ച ഒരു ആവർത്തന വിരസതയുണ്ടല്ലോ. അത് മറികടക്കാൻ ഇച്ചു സ്വയം കണ്ടുപിടിച്ച കളിയാണ് കഞ്ഞിയും കറിയും. തനിയെ കല്ല് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കല്ല് കൊണ്ട് അടുപ്പ് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കലവും വെച്ചതിന് ശേഷമാണ് ഞാനിത് കാണുന്നത്. ആദ്യം ഞാൻ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു കേട്ടോ, തീ കൊണ്ടുള്ള കളിയല്ലേ, എന്നാൽ പിന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് എനിക്കും തോന്നിയത്. ഇച്ചുവിൻ്റെ സ്കൂളിൽ SSLC എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന് ബ്രേക്കാണ്. ഇക്കാക്ക സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ പൊന്നും 3 ദിവസമായി അംഗൻവാടിയിൽ പോയിട്ട്. രണ്ടുപേരും കട്ടയ്ക്ക് കളിയാണ്. എന്നാൽ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നതിൽ ഞാൻ വളരെ ഇൻസെക്യൂറാണ്. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അമ്മയാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ കളിയൊക്കെ വീട്ടിൽ തന്നെ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കൊലപാതകം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പോയിൻറ്റുകൾ കൂടുതൽ കിട്ടുമ്പോൾ ജയിക്കുന്ന, സ്വർണം അച്ചീവ് ചെയ്യുമ്പോൾ ജയിക്കുന്ന അത്തരം കളികൾ, ആ കളികളേക്കാളൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇത്തരം ഗ്രാമവിശുദ്ധികളുള്ള കളികളല്ലേ. അങ്ങനെ അരി ഇട്ടു, വെള്ളം വീണ്ടും ഒഴിച്ചു, വെള്ളം തികയാതെ വന്നപ്പോൾ അതിനുശേഷം ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം വേവായി. വേവ് കുറഞ്ഞ അരിയാണ്, അതുകൊണ്ട് തന്നെ ഈ ചുള്ളികളൊക്കെ വെച്ചപ്പോൾ തന്നെ ഏകദേശം വെന്തു. പിന്നെ തലേന്നൊരു തകർപ്പൻ മഴ പെയ്തിരുന്നു, അതുകൊണ്ട് തീ പിടിക്കാനൊരല്പം പ്രയാസം ഉണ്ടായിരുന്നു. ഇച്ചു തന്നെ മൂടി തുറന്നു, വട്ടയില വെട്ടി അതിൽ ചോറ് വിളമ്പി. ആദ്യത്തെ ഉരുള അനിയത്തിക്ക് തന്നെ ഇരിക്കട്ടെ. വൈലോപ്പിള്ളി മാഷിൻ്റെ വരികളിൽ തുടങ്ങി വൈലോപ്പിള്ളി മാഷിൻ്റെ വരികളിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ടാറ്റാ, ടേക്ക് കെയർ ആൻഡ് ബൈ.